ഉണക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല, നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ. ഗൾഫിലാ? അല്ല അത് പിന്നെ എന്തിന് ഗൾഫിൽ പോണം? കണ്ണെത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. വേമ്പനാട്ടുകായലോ? എന്റെ അമ്മാവ, ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ളൊരാണിന് വേമ്പനാട്ടുകായൽ മതി. അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക. പിന്നെ എന്തിന് ഗൾഫിൽ പോണം? ആ പറഞ്ഞത് ശരിയാ. ആണോ? അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പഠിത്തം നിർത്തി. ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനിയായിരുന്നു 6-7 കൊല്ലം. അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത്. അതും അടുത്ത് അവളിങ്ങ് പോന്നു. ശരിക്കും മാമച്ചനെ കല്യാണ ആലോചനയ്ക്ക് വിളിച്ചതല്ല അവള്, ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടായോ? എന്നാ പിന്നെ ഇവർ രണ്ടുപേരും അകത്ത് പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ അതിനെന്താ, നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു വരൂ. പറഞ്ഞിട്ട് പോടൂ. വലിക്കല്ലേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ. അകത്തെന്തായിരുന്നു? എടാ നാറി, അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമുറിക്കൽ കാരണം. ഇവൻ പറഞ്ഞ പോലെ തന്നെ സ്വഭാവം ചവിട്ടി ഞാൻ. മതി, അതിനേക്കാൾ മോശമാ ഇയാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. ജലജേ, എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 223366. പഴയ പാത്രങ്ങളിൽ അലുമിനിയം, ചിമ്മ, പിത്തള, ഓടി പഴയ. ആരാടിയ വിരുന്നുകാര്? ബന്ധുക്കളുണ്ടായിട്ട് വേണ്ടേ വിരുന്ന് വരാൻ? ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനാദ്യമായിട്ട് കാണുന്നു. നാടകമൊക്കെ ഉണ്ടോ? കൊറേ നാളുകൂടി ഇന്ന് മാരാരിക്കുളത്തൊരു കളിയുണ്ട്. കൊച്ചിൻ സംഗമിത്രയുടെ നാടക. ഗ്യാപ്പ് കളിയാ. നിങ്ങള് നാടകം ബുക്ക് ചെയ്യാൻ വന്നതാ? അല്ല, ഒരു പ്രോഗ്രാം ചെയ്യാൻ ജയശ്രീ കിട്ടുമെന്നറിയാൻ വന്നതാ. ഞങ്ങള് കവലക്കൽ കുര്യച്ചന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. വൈകിട്ട് കുറച്ച് സിനിമാക്കാരാ ഗസ്റ്റ്. പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗാ. ഡയറക്ടർ കമൽ സാറാ. കമലിക്കോ? അയ്യോ, നിനക്കറിയാവോ? ഇല്ല, പണ്ട് ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ. പറ്റിയില്ല. ഇന്ന് പരിചയപ്പെടാല്ലോ. നാശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ. പുതിയ പടത്തില് നായിക ആയിട്ടില്ലെന്നാ കേട്ടത്. ജയശ്രീയുടെ ഡാൻസ് എങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട. എന്റെ മനസ്സിലെ ആഗ്രഹം അത്. നീ പൊയ്ക്കോ, ഞാൻ ഇവളെയും കൊണ്ട് പൊയ്ക്കോളാം. അമ്മ ഇങ്ങ് വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വരാൻ വാ. ഇപ്പൊ വരാമേ. എന്താടി? പറയാം, വാ. ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു, അത്ര തന്നെ. കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണണം. ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും. അത് മാത്രമല്ല, സിനിമയിൽ ഒരു അവസരം കിട്ടിയ എന്താ പുളിക്കുവോ? നമ്മളും രക്ഷപ്പെടും. പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ട കയറട്ടെ. ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോകേണ്ടി വരും. ഞാൻ വരത്തില്ല. ഇവളെ ഞാനിന്ന് കൊല്ലും. എന്റെ പൊന്നു രേവമി ഒന്നും മിണ്ടാതിരിക്കും, പുറത്ത് ആളുണ്ട്. ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് 10 കാശ് ഉണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന. ഇന്നയക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ. നേരം നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മിണ്ടാതിരിക്കാൻ. നീ ചെന്ന് വിളിച്ചു ചോദിക്ക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചെല്ല്. അതെ, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതാ മര്യാദ. പക്ഷെ ഇത്തരം മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ കാട്ടിയിട്ടില്ല. മരിച്ചുപോയ എന്റെ ഭർത്താവ് പോലും. വിളിക്കട്ടെ, അവളായിട്ട് മര്യാദകൾ കാട്ടണ്ട. വിളിച്ചു ചോദിക്കട്ടെ. കുര്യച്ചന്റെ ബോട്ടിലോ? അതെ, നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും. അല്ലാതെ അമ്മ സമ്മതിക്കില്ല. ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല. ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കട്ടെ, ഞാൻ വിളിക്കാം. എളുപ്പം വിളിക്കണേ. ആ ശരി. ശരി. എന്നാ പറഞ്ഞു? ഒരു മീറ്റിംഗിലാ, ഇപ്പൊ വിളിക്കും. അവന്മാരപ്പുറത്ത് കിടന്ന് കയറ് പൊട്ടിക്കുക. എന്നാ പറയണം? വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ. അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുമോ? ഉണ്ടാവും. ഉറപ്പാണോ? ഹലോ, ഗസ്റ്റ് ഉണ്ട്, വൈകിട്ട് റെഡിയായി നിൽക്കണേ. ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും. ഇന്ന് അമ്മയ്ക്ക് നാടകമുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാൻ പോയി പറയട്ടെ.
നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാ നിന്റെ അമ്മ പറയുന്നത്. അവക്കതിൽ നല്ല വേവലാതിയുണ്ട്. മാറ്റം ഉണ്ടെന്നോ? എനിക്കോ? നോക്കിക്കേ, എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ആ ഗോപനെത്തി. എടി ഞാനും കൂടെ വരാം. നിന്നെ തനിച്ച് വിട്ടുന്നെങ്ങാ നിന്റെ അമ്മ അറിഞ്ഞ. കുരേശന്റെ ബോട്ടിലായിരുന്നു ഈ ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. ഇതിപ്പോ അതൊന്നും വേണ്ട. ചേച്ചി പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കും. അനു ടാറ്റാ. ഇന്ന് ബാബുവേട്ടൻ എന്തേ? അവന് നല്ല സുഖമില്ല. ഇവളെ നേരത്തെ ഇങ്ങ് എത്തിച്ചേക്കണേ. ഇന്ന് രാത്രി ഇവളെ നോക്കേണ്ട ചുമതല എനിക്കാ. ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ. ശരി എന്നാ. ശരി ടാറ്റാ. ടാറ്റാ. ഡാൻസ് കഴിയുമ്പോൾ പോരണേ. ശരി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഇന്ന് ഗസ്റ്റ് ഇല്ല. പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്. ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിട്ടിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ മന്ദാരമാരോ ചൂടി ഹൃദയത്തിൻ ചില്ലകളിൽ. ചില്ലകൾ തണലല്ലേ അല്ലേ. ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിട്ടിന്നിൽ ശൃംഗാരം. ചമയം തെല്ലില്ലാതെ കൗമാരം കൊണ്ടാടും പൂവേ നിന്നെ. പൂന്തിന്നൽ പോലെ നീ അണയുമ്പോൾ അന്നൊന്നും ഞാൻ ഗന്ധം തന്നീല, നീ വാങ്ങില്ല. ഇന്നോ നീ പൂവല്ല ഈ നെഞ്ചിൻ പെണ്ണല്ലേ. പെണ്ണിന്റെ കൺമുന്നിൽ കണ്ണന്നീ മായല്ലേ. ഓടത്തണ്ടായി നീ എൻ ചുണ്ടിൽ ചേരുമ്പോഴോ തകതെത്തിത്തറ. ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടം തോടെ മുട്ടിട്ടിന്നിൽ ശൃംഗാരം.
കഴിഞ്ഞോ? ഒരു കണ്ണിങ്ങോട്ട് വേണേ. നീന്നോ കാറ്റായി അരികെ ഞാൻ ഞാറായി നീരാടി നാം ഒന്നായിരുന്നന്നിൽ. ആകാശം മേലാകെ മഴമേഘം പൂശുമ്പോൾ ഇന്നാദ്യം കണ്ടു നിന്നിന്നൽ ചന്തം. പിന്നാലെ പെയ്യാം ഞാൻ വർഷം പോൽ നിന്മേലേ. അന്നേരം തുള്ളാം ഞാൻ കായൽ പോൽ നിൻ കൂടെ. വെള്ളം മീതെ വള്ളം മേലെ നീയും ഞാനും തകർത്തി തര ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ. നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിത്തിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ. മന്ദാരമാരോ ചൂടി ഹൃദയത്തിൻ ചില്ലകളിൽ നിൻ ചില്ലകൾ